ഈ അറിവിന്റെ ഉദയം ആരിൽ ഉണ്ടാകുന്നുവോ അവനാണ് ഖുറൈശി, അവനിലാണ് ഈലാഫ് ഉണ്ടാക്കുക. അല്ലാത്തവരിൽ ഫീല ഉണ്ടാക്കുക. ഈലാഫ് അല്ല, ഫീല ഉണ്ടാക്കുക. എന്നിട്ട് തിരിച്ചു ഉണ്ടാകുക. അസ്ഹാബുൽ ഫീലാവു അവൻ. അതാണ് കുലൂമിൻ തയ്യിബാത്തി മാ റസഖ്നാകും വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ. വഇദ് ഖുൽനാ ദഖുലൂ ഹാദിഹിൽ ഖറിയത്ത്, അതിനെന്തു വേണം, നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക. ഓല് പറഞ്ഞതാണ് അവിടെ ഒരു ഗ്രാമമുണ്ട്. എന്തിനാ ഈ പ്രവേശിക്കാൻ പറയണത്? ഓല് മഞ്ഞും സലവി ഇറക്കി കൊടുത്തു, അത് തിന്നു. ഇനി എന്തിനാ ഈ ഗ്രാമത്തിലേക്ക്? അതറിയില്ല, അതൊന്നും ഇവർക്ക് മറുപടി ഇല്ല. ഓലതും അതുകൊണ്ട് മതിയാവൂല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം വേറെ വരുന്നുണ്ട്. അത് പറയാം. ഇപ്പൊ കുലൂ മിൻഹാ ഹൈസു ശിഅതും റഗദൻ, ആ ഗ്രാമത്തിൽ പോയി അവിടെ നിന്ന് സുഭിക്ഷമായി തിന്നുക. വദ്ഖുലുൽ ബാബ സുജ്ജദൻ, അവിടേക്ക് ആ ഗേറ്റ് കിടക്കുമ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് കിടക്കുക. വഖൂലു ഹിത്തത്തുൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കുക. പാപമോചനം 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 എന്ന് പറഞ്ഞു കിടക്കുക. നഗ്ഫിർലക്കും ഖതായാകും, അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവർക്ക് അധികവും കൊടുക്കും ഞാൻ. ഇത് അന്നത്തെ വായന, അന്നത്തെ കഥ. ഇനി ഇതിന്റെ വൈജ്ഞാനികമായ വായന എന്താണെന്ന് നോക്കാം. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്ക് അവരോട് പോകാൻ പറഞ്ഞു എന്നും അവിടുത്തെ ആളുകളെ ആട്ടിപ്പായി അവിടുത്തെ ചീരയും വെള്ളരിയും കക്കരിയും പിന്നെന്തൊക്കെയാണ് പടവലങ്ങിയും പച്ചമുളകും വെണ്ടക്കയും ഒക്കെ അവിടെ ഉണ്ട്. അതിന് സുഭിക്ഷമായി തിന്നോളിന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ മഞ്ഞും സൽവിയും മതിയാവൂലെങ്കിലേ എന്നൊക്കെ പറഞ്ഞു എന്നാണ് കഥ ഉണ്ട്. അത് പോട്ടെ. വൈദ് ഖുൽനാ ദഖുലൂ ഹാദിഹിൽ ഖറിയത്ത, ഏതാണ് ആ ഗ്രാമം? ഖറിയത്ത് ഇനി വിശദീകരിക്കേണ്ടതില്ല. നിന്റെ പ്രസംഗം കേട്ട ആളുകൾക്ക്, ഒരിക്കലെങ്കിലും കേട്ട ആളുകൾക്ക് ഖറിയത്ത് മനസ്സിലായി, ഖറിയത്തും മദീനത്തും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ റാസിഹായ ബുദ്ധിയിൽ അജ്ഞത, ഇപ്പൊ ജഹ്ല് മുറക്കബായിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ. അതാണ് ഖറിയത്ത്. ഉറച്ച മനസ്സ്, മാറ്റങ്ങൾക്ക് തയ്യാറില്ലാത്ത മനസ്സ്, അതാണ് ഖറിയത്ത്. മാറ്റങ്ങൾക്ക് തയ്യാറില്ലാത്ത മനസ്സിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെല്ലുക. അവിടെ മാറ്റം ഉണ്ടാക്കാനാണ് ഇനി പറയുന്നത്. അവിടേക്ക് കടന്നു ചെല്ലുക. അതാണ് മദീനത്ത് എന്ന് പറഞ്ഞാൽ ഈ മാറ്റം ഉൾക്കൊണ്ട മനസ്സിനെയാണ് മദീനത്ത് എന്ന് പറയുന്നത്. അതാണ് വജാഅറജുലും മിൻ അഖ്സൽ മദീനത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ മദിയനിൽ നിന്നാണ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്, അല്ലെ? മദിയനിൽ നിന്നാണ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്. മദിയനിൽ നിന്നാണ് അറിവിന്റെ ജലം കിട്ടുക, അവിടെ നിന്നാണ്. വജാഅറജുലും മിൻ അഖ്സൽ മദീനത്തി, സംസ്കാരത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഏറ്റവും അറ്റത്തെത്തിയ ആളുകൾ, അതാണ് അഖ്സൽ മദീനത്തി. അവിടുന്നാണ് മൂസ ഓടി വരുന്നത്. റജുല് മൂസയാണ്. അത് പിന്നെ പറയാം. റജുല് വഖാല റജുലും എന്ന് പറഞ്ഞിട്ട് സൂറത്ത് മൂന്നിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഈമാൻ ഒളിപ്പിച്ചു വെച്ച ഒരാൾ ഓടി വന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ റജുല് മൂസയാണ്. അപ്പൊ മദീനത്തിന്റെ അഖ്സയിലെത്തിയ ആളാണ് റജുല്. ആ റജുലാണ് ഓടി വരുന്നത്. അല്ലാതെ ടൗണിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഓടി വന്നു എന്നല്ല. ഇപ്പോഴത്തെ അർത്ഥം അതാണ്. ഒരു പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഈ ദൂതന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുക. അതല്ല, സംസ്കാരത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും അഖ്സയിലെത്തിയ, ആത്യന്തികതയിലെത്തിയ ഒരാളാണ് ഓടി വന്നിട്ട് പറയുന്നത്. ഉദാഹരണത്തിലും അഖ്സൽ മദീനത്തി എന്ന് പറയുന്നത് അതാണ് സൂറത്ത് യാസീൻ.